ഇത് ജാക്സൺ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ? കോള് വന്നില്ല. ആ ആ ആ ആ പക്ഷേ എൻ്റെ ഫോണിൽ കോള് വന്നില്ല. കോള് റിങ് ചെയ്യണ്ടേ? അല്ലാതെ ഞാനെടുത്ത് നോക്കിയപ്പോഴത്തേക്കും 2 മിസ് കോൾ നടക്കണം. അപ്പോഴാണ് ഞാൻ വിളിച്ചത്. എന്താണ് സുഖമില്ലാക്ക്? ഈ കട അല്ലല്ല, അതല്ല, അയാളാണോ നടത്തിപ്പുകാരൻ? കൊച്ചു വന്നേക്കണ്. മണത്ത് നോക്കണേ. കൊച്ചിന് ബീഫ് തരും മമ്മി ഏട്ടപ്പ. കൊച്ചിന് ബീഫ് തരും ഏട്ടമ്മ. ആ കുഞ്ഞു താഴ്ത്തിറങ്ങ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. രാവിലെ ഞാൻ ഇത്തിരി പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. പണിക്കാരനുണ്ട്. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ മൈദയില്ല. അങ്ങനെ പപ്പടെടുത്ത് പെട്ടെന്ന് തന്നെ പോയിട്ട് മൈദയൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ്. പിന്നെ ഇന്നാണെങ്കിൽ ഉച്ചക്ക് ആ പുള്ളിക്ക് ഇത്തിരി ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ബീഫും ഒന്നിച്ച് തന്നെ കൊണ്ടുവരാൻ പറഞ്ഞ്. നമ്മൾ ബീഫ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വരുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ ഇത് 1 മണിയാകുമ്പോഴത്തേക്കിനും ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ബീഫ് പോയിട്ട് തന്നെ മേടിച്ചിട്ട് പോര്. പിന്നെ കുറച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടെ മേടിപ്പിച്ച്. കാരണം പപ്പ ഇനി ആ പണിക്കാരൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണം. ഇനി പപ്പക്ക് പുറത്തേക്ക് പോകാനും പറ്റില്ല, അതിൻ്റെ കൂടെ തന്നെ നിൽക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഏതായാലും എല്ലാ സാധനങ്ങളും രാവിലെ തന്നെ മേടിച്ചുകൊണ്ട് വന്നിട്ടാണ്. അപ്പോൾ ഇനി വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഈ പഴംപൊരി മാത്രം മതി. പപ്പക്കും രാവിലെ പഴംപൊരി കഴിക്കുന്ന ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ആദ്യം തന്നെ മൈദ അതിനകത്ത് നിന്ന് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കി. ഇത്തിരി കടലപ്പൊടിയും പഞ്ചസാരയും ഉപ്പും കൂടി ചേർത്തിട്ട് ബാറ്റർ റെഡിയാക്കി ആ 3 പഴത്തിനുള്ള പഴംപൊരിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞതല്ല, നമ്മളുടെ പണി തീരാതെ കിടക്കുന്നത്. അച്ചുവിൻ്റെ അടുത്ത് ആദ്യം തന്നെ നമ്മളിങ്ങനെ പണിയുടെ കാര്യം പറഞ്ഞപ്പോൾ അച്ചു പറഞ്ഞ് ഒരുപാട് പണിയുള്ളത് കൊണ്ട് തന്നെയും ഇത്തിരി ലേറ്റ് ആകും, ഫെബ്രുവരി അവസാനമാകുമ്പോഴത്തേക്കും വരാം എന്നാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുന്നത്. ആ സമയമാകുമ്പോഴത്തേക്കും ഒരുവിധം പണി ഒതുങ്ങും. ആ സമയത്ത് പണിക്കാരുണ്ടാകും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ നമ്മൾ കുറച്ച് തിരക്ക് പിടിപ്പിച്ച്, അതാണ് കൂടുതൽ പ്രശ്നമായത്. തിരക്ക് പിടിപ്പിച്ചപ്പോഴത്തേക്കും അച്ചു പെട്ടെന്ന് എവിടെ നിന്നൊക്കെയോ 2-3 പേരെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നതാണ്. ആ പണിക്കാരൻ അച്ചുവിന് പണി കൊടുത്തിട്ട് പോവുകയും ചെയ്തു. അതാണ് സത്യം. ഇപ്പോൾ ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ട്, എങ്കിലും പുള്ളിക്ക് ഒറ്റക്കൊന്നും ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾക്കുള്ളത് ജനലുകളെല്ലാം അഴിച്ചു വെച്ചതൊക്കെ ഒന്ന് കയറ്റി ഫിറ്റ് ചെയ്യണം. അതിൽ എന്തൊക്കെയോ ചില്ലറ പണികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ചില്ലറ പണികളൊക്കെ ഇപ്പോൾ അയാൾ വെള്ളിയാഴ്ചയും നിന്ന് ചെയ്ത് ഇപ്പോൾ ശനിയാഴ്ചയും ചെയ്തിട്ട് ഇന്ന് പിടിപ്പിക്കാമെന്നാണ് പറഞ്ഞേക്കണത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് തീരുമല്ല എന്ന് വിചാരിച്ചിട്ടാണ് സമാധാനിച്ച് നിന്നതെങ്കിലും ഇന്ന് തീർന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞ് സൺഡേയും കൂടി ഞാൻ വരാമെന്ന്. അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചായ, ഇവിടെ പണിക്കാർ വന്നു കഴിഞ്ഞാൽ 2 നേരം ചായയും കടിയാണ് സാധാരണ കൊടുക്കണം. പക്ഷേ ഈ പുള്ളിക്ക് വീട്ടിൽ അങ്ങനെ ആരുമില്ല എന്ന് വെച്ചാൽ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, പ്രായവുമായ ആളാണ്. അപ്പോൾ ഊണ് കഴിക്കാനൊക്കെ പുറത്ത് കടയിൽ പോയിട്ടാണ് കഴിക്കണത്. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ കടയിൽ പോയിട്ട് കഴിക്കണ്ട, എല്ലാവരും ഇങ്ങനെ ചോറ് കൊണ്ടുവരും. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ നിന്നിട്ട് കഴിച്ചോളും. പക്ഷേ ഇത് പുറത്ത് പോയിട്ടാണ് കഴിച്ചത് ഫ്രൈഡേ. അപ്പോൾ എനിക്ക് വിഷമമായി. ഞാൻ പറഞ്ഞു അയ്യോ വീട്ടിൽ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഊണ് നമുക്ക് കൊടുക്കാം, ഇനി പുറത്തേക്ക് വിടണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്ന് എന്ത് തന്നെ ആയാലും ഊണ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാവിലെ തന്നെ ഞാൻ ഊണിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. 1 മണിക്ക് എന്തായാലും കൊടുക്കണമല്ലോ, 1 മണിക്കാണ് അവർ കഴിക്കണ സമയം. അങ്ങനെ ഞാൻ പഴംപൊരിയും ചായയും കൂടി, പപ്പക്ക് ഒരു ചായ വെച്ചിട്ടുണ്ട്, പഴംപൊരി താഴെ വന്നിട്ട് പപ്പ കഴിക്കും. ആ പുള്ളിക്ക് മാത്രമുള്ള പഴംപൊരി വെച്ചിട്ടുള്ളൂ. അങ്ങനെ അത് പപ്പയുടെ കയ്യിൽ അങ്ങോട്ട് കൊടുത്ത് മുകളിലേക്കും വിട്ട് അത് കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ ചോറൊക്കെ പെട്ടെന്ന് തന്നെ വെച്ച് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം ഒക്കെ ചോപ്പ് ചെയ്തെടുക്കണം എനിക്ക്. അപ്പോൾ നമ്മളുടെ അഗാരോൻ്റെ എലീറ്റ് എന്നുള്ള ആ ഒരു മോഡൽ റീചാർജബിൾ ഇലക്ട്രിക് മിനി ചോപ്പർ, ഈ സംഭവം നമുക്ക് കിട്ടിയതിന് ശേഷം പിന്നെ ചോപ്പിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ എളുപ്പമാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ.
നമ്മൾ നേരത്തെ എന്തൊരു കഷ്ടപ്പെട്ടാണ് ചോപ്പ് ചെയ്തിരുന്നത്, ആ വലിച്ച് ചെയ്യണം. അത് ഇപ്പോഴെനിക്കത് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇലക്ട്രിക് ചോപ്പർ മേടിക്കും, പക്ഷേ ഇത് ഇത്രയും ഈസിയാണെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ആ ഒരു സ്പ്ലാഷ് ഒരു ഗാർഡ് ഉണ്ടല്ലോ, ആ ഒരു കവറ് അതിൻ്റെ മീതയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് അനങ്ങൂല. മറ്റേ നമ്മളുടെ വലിക്കണ മാനുവൽ ആയിട്ടുള്ള ചോപ്പറുകൾ ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിൽ ഒരു വലിയ പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ പിടിച്ചിരിക്കും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് മൊത്തത്തിൽ കൊട്ടിയിടണം. ഇതങ്ങനെയുള്ള യാതൊരു പ്രശ്നവുമില്ല, ഒരു സ്ഥലത്തും പിടിച്ചിരിക്കുക ഒന്നുമില്ല. ഈ സ്പ്ലാഷ് കാർഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഫിക്സാണ്, പിന്നെ ഒരു പ്രശ്നവുമില്ല. അപ്പം ഞാൻ നമ്മൾക്ക് വേണ്ട ആ ഒരു കണക്കിനാണ് എടുക്കുന്നത് കേട്ടോ, ചോപ്പ് ചെയ്തെടുക്കുന്നത്. എനിക്ക് കുറച്ച് വലിയ വലിയ പീസായിട്ട് വേണം ചോപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മളിത് കൂടുതൽ നേരം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അമർത്തി പിടിച്ചു പോയാൽ ഭയങ്കര തരിതരി പോലെ ആയിപ്പോകും കേട്ടോ. അത് എനിക്ക് പറ്റൂല, അത്രയും വേണ്ട, ഒരു വിധത്തിൽ ഒന്ന് ആയി കിട്ടിയാൽ മതി. അപ്പം നമ്മൾക്ക് കൂടുതൽ അങ്ങോട്ട് തരിതരി പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ അതിൽ പ്രസ് ചെയ്തൊന്നും അങ്ങോട്ട് പിടിച്ചാൽ മതി. ഞാൻ പക്ഷേ പൾസ് ചെയ്താണ് രണ്ടാമത്തെ പൾസിൽ ഇത് ഓക്കെയാണ് കേട്ടോ. 2 പൾസ് മതി ശരിക്കും, നല്ല പാകത്തിന് നമുക്കിത് നല്ല കറക്റ്റ് ഇതിൽ കിട്ടും കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിപ്പോൾ. എനിക്ക് ഇപ്പം ഇത് എപ്പോഴും ഇത് വെച്ചിട്ട് ചെയ്യണമെന്നുള്ളൊരാഗ്രഹമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമായേക്കണേണ്. പെട്ടെന്ന് ഇത് ഞാൻ ഒരുപാട് ആഡ് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ, പക്ഷേ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ഇത്രയും ഈസിയാണെന്ന്. അത് ആഡല്ലേ നമുക്ക്, അതുകൊണ്ട് തന്നെ മേടിക്കണമെന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സംഭവം മെഗാറോൻ്റെ ഈ ഒരു ഇത് അടിപൊളിയായിട്ടാ. അപ്പം ഞാൻ ഇതിനകത്ത് നമുക്ക് ഇത്തിരി വലുതായിട്ടും പിന്നെ കുറച്ച് ചെറുതായിട്ടും, ഇനി ഇതിനേലും ചെറുതാക്കണമെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഒന്ന് പൾസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം ഞാൻ എന്ത് ഈസി ആയിട്ടാണ്, അയ്യോ വേഗം പണി ചെയ്യണ പോലെ തോന്നും കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കേട്ടോ, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇല്ലേ അധികം അങ്ങോട്ട് ചെറുതാക്കണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെയും പെട്ടെന്ന് ചോപ്പായി കിട്ടിയിട്ടാ. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി എനിക്ക് നല്ല രീതിയിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം, നല്ല ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട്. അപ്പോൾ ഞാനിതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്തങ്ങോട്ട് പ്രസ് ചെയ്തിങ്ങനെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല പോലെ അത് ചോപ്പായിട്ട് തരി പോലെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോഴൊക്കെയും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് ചാർജ് ചെയ്തിട്ട് നമുക്ക് എവിടെ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാമല്ലേ. ഇപ്പോൾ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ ഇത് വർക്ക് ചെയ്യും. നമ്മൾ അരമണിക്കൂർ എന്ന് പറയുന്നത് ചോപ്പിങ് അരമണിക്കൂറൊന്നും നമ്മൾ ഒരിക്കലും ഒന്നിച്ച് ചെയ്യൂലല്ലോ, അത് കുറേയധികം ദിവസങ്ങൾ കൊണ്ടായിരിക്കുള്ളൂ അരമണിക്കൂറത്തെ ആ ഒരു ചോപ്പിങ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഒന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മാസത്തോളം നമുക്ക് പിന്നെ ചാർജ് ചെയ്യാതെ തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് തരി പോലെ ചോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ അത് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടുമ്പോഴേക്കും നമ്മുടെ കറികൾക്ക് വരെ ടേസ്റ്റ് മാറുമെന്ന് എനിക്ക് മനസ്സിലായിട്ടാണ്. ഓരോ കട്ടിങ്ങിൻ്റെയും വ്യത്യാസത്തിൽ കറികളുടെ രുചിക്ക് മാറ്റം വരുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്കത് അനുഭവിക്കാനും സാധിച്ചു. നമ്മളുടെ ബീഫിൻ്റെ വിന്താലൊക്കെ ഇല്ലേ നല്ല ടേസ്റ്റായിരുന്നു. ഇതെല്ലാം നല്ല പരുവത്തിന് നല്ല ഞാൻ വിചാരിച്ചതുപോലെയൊക്കെ ചോപ്പ് ചെയ്തെടുത്തിട്ടാണ് നമ്മളിതൊക്കെ വഴറ്റിയൊക്കെ എടുത്തത് കേട്ടോ. വഴറ്റിയിട്ടാണ് ഇന്ന് വെച്ചത്. അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ റയൻ്റെ അടുത്ത് പറയണമായിരുന്നു, റയനെ ഞാനിന്ന് ഈ ഇത് ചോപ്പറിൽ ഒക്കെ ചോപ്പ് ചെയ്തിട്ട് നല്ല തരി പോലെ ആക്കിയിട്ടൊക്കെയാണ് ചെയ്തിട്ടുണ്ടാകുന്നത്, അതുകൊണ്ടാണ് ഇതിന് ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റയൻ എൻ്റെ അടുത്ത് പറഞ്ഞേ, മമ്മി പണ്ട് നാപ്തോളെന്ന് പറഞ്ഞിട്ട് നമ്മൾ TV തുറക്കുമ്പോൾ കാണൂലേ ആ സംഭവം, ഇപ്പം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ TV കാണാത്തതുകൊണ്ട് എനിക്കറിയാനും പാടില്ല. പണ്ടൊക്കെ ഇങ്ങനെ നാപ്തോളിൻ്റെ പരസ്യം ഇങ്ങനെ വന്നിട്ടിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് പച്ചക്കറികളെല്ലാം ഇവരിങ്ങനെ ചോപ്പ് ചെയ്ത് വെക്കുമ്പോൾ അവരിങ്ങനെ പറയുമോ എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ ഇങ്ങനെ ചോപ്പ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ റയൻ ആ പരസ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി അപ്പോൾ അവർ പറയണത് ശരിയാണല്ലേ, സംഗതി ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കറികളുടെ രുചിയൊക്കെ വ്യത്യാസം വരുമല്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയണമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതേ വിന്താൽ വേഗം തന്നെ അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം മുളക് പൊടിയും ഗരം മസാലയും ഒരു പേരിന് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും മാത്രമാണ് നമ്മൾ ഈ കറിക്കകത്ത് ഇടുന്നത് കേട്ടോ. കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇതൊന്നും ചേർക്കില്ല. പിന്നെ ഇതേ വിനാഗിരി ഉപ്പും. അപ്പോൾ അത് നല്ല രീതിയിൽ വഴറ്റിയൊക്കെ എടുത്തിട്ട് ഒരുപാട് കളറങ്ങോട്ട് മാറ്റിയിട്ടില്ല സവാളയുടെ,
സവാളയുടെ കളറ് ഒരു ബ്ലാക്ക് കളറ് അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗണിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയുടെ കളറ് ഒരു വല്ലാത്തൊരു കളറാവും, നല്ലൊരു റെഡ് കളറും വരില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് സവാള വഴറ്റി കളയരുത്. എനിക്ക് ശരിക്കും പച്ച സവാള ഇട്ട് ചെയ്യണത് ഇഷ്ടമാണ് കേട്ടോ, കാരണം കളർ നല്ലതായിരിക്കുള്ളൂ, ടേസ്റ്റും നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് ഏതായാലും ഞാൻ വഴറ്റി തന്നെ ഏതായാലും ഇന്ന് വെച്ച് റയന് വഴറ്റി വെക്കണത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ വെച്ചപ്പോൾ, അതുകൊണ്ട് ഞാൻ വഴറ്റി തന്നെ വെച്ച്. അപ്പോൾ ബീഫ് ഇത് 2 കിലോ ബീഫിൽ ഏറെ ഒരു 1.25 കിലോയോളം ഞാൻ എടുത്തിട്ട് ഇത് വിന്താലുവിനെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് ബീഫ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് റൂബിക്കും പിന്നെ വൈകുന്നേരം ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാനും വേണ്ടി രണ്ടും കൂടി ചേർത്തിട്ടാണ് അവിടെ കട്ട് ചെയ്ത് വെച്ചേക്കണം. അത് വേവിച്ചെടുക്കണം. ബാക്കി കുറച്ച് ഞാനൊന്നെടുത്ത് ഫ്രിഡ്ജിലോട്ടും വെച്ചേട്ടാ, എല്ലാം കൂടി വേണ്ട. അപ്പോൾ അങ്ങനെ ഈ ബാക്കിയല്ല റൂബിക്കും മറ്റേ ഇത് കട്ട്ലറ്റ് ഉണ്ടാക്കാനും കൂടി വേണ്ടിയിട്ടുള്ളത് ഞാൻ ഉപ്പിടാതെ തന്നെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വേവിക്കണതാണ്. കാരണം റൂബിക്ക് ഉപ്പിടാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ചൊറിച്ചിൽ വന്ന് രോമം കുഴിച്ചിലൊക്കെ ഉണ്ടാവും, മധുരവും ഉപ്പൊക്കെ നമ്മുടെ ഡോഗുകൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ഞാനത് വേവിക്കാൻ വെച്ചു. എന്നിട്ട് ഇതിനകത്ത് നിന്ന് കുറച്ച് ഇങ്ങനെ ചവും പാടയൊന്നും ഇല്ലാത്ത നല്ല പീസുകൾ മാത്രം നമ്മൾ കട്ടിറ്റിന് വേണ്ടിയിട്ട് അതിനകത്ത് നിന്ന് എടുക്കും, ബാക്കിയെല്ലാം റൂബിക്കും കൊടുക്കും കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ വേവിച്ചേക്കുന്നത്. പിന്നെ ഒരു ബീൻസ് തോരൻ കൂടി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ബീൻസ് കുറച്ച് ദിവസമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കും, വീണ്ടും അകത്തേക്ക് കയറ്റും. നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അത് വീണ്ടും അകത്തേക്ക് കയറ്റും. അങ്ങനെ വെച്ച ബീൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡാർക്ക് പച്ച കളറിലെ ബീൻസ് ഇല്ലേ, എന്തെന്നാ പറയണത് മറന്നുപോയി. അപ്പോൾ ആ ബീൻസാണ് റിച്ചാർഡുള്ള സമയത്ത് അവന് ആ ഒരു ബീൻസ് ഡാർക്ക് പച്ച ആ ബീൻസ് തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് പപ്പ ഇപ്പോഴും അത് തന്നെയാണ് മേടിക്കണം. അപ്പം ഞാൻ പറഞ്ഞു ആ ബീൻസിന് വില കൂടുതലാണ്, ഇനിയിപ്പോൾ റിച്ചാർഡില്ല, ആ ബീൻസൊന്നും മേടിക്കേണ്ട പപ്പ, സാധാരണ ബീൻസ് മതി എന്നൊക്കെ ഞാൻ പറയണമായിരുന്നു പപ്പയുടെ അടുത്ത്. അപ്പോൾ ഇല്ലേ ഇന്നിപ്പോൾ കറണ്ടില്ല ഇവിടെ, കറണ്ട് പോയേക്കണോണ്ട് തന്നെ എനിക്ക് ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കണമെന്നുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇങ്ങനെ മിക്സായി വരുന്നിട്ടിടുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് ഈ ഒരു സംഭവം തന്നെ എടുത്ത് അപ്പോൾ ആ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അതിനെ കൂടി ചേർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഒതുക്കിയെടുത്താൽ മതി, നമുക്ക് ഇത് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഞാനെപ്പോഴും ഇങ്ങനെ നേരമില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ അങ്ങനെ തന്നെ നമ്മൾ ഇടുമല്ല. ഇത് ആ പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയൊക്കെ ഒന്നങ്ങോട്ട് മിക്സായി വന്നപ്പോൾ എനിക്ക് ആ ഒരു ഇതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ കറണ്ട് രാവിലെ പോയാൽ വൈകുന്നേരം വരുള്ളൂ എന്ന് പപ്പ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെസ്സേജ് ഉണ്ട്, നമുക്ക് വാട്സാപ്പിൽ വരും. പക്ഷേ പറഞ്ഞ പോലെ തന്നെ രാവിലെ പോയെങ്കിലും വൈകുന്നേരമൊന്നും വരെ നിന്നില്ല. ഉച്ചയായപ്പോഴത്തേക്കും നമ്മളുടെ പാചകങ്ങളൊക്കെ ഏറെക്കുറെ കഴിയാറായപ്പോഴത്തേക്കും കറണ്ട് വന്നു. അപ്പോൾ ചാറിന് നമുക്ക് തേങ്ങ അരച്ച് തന്നെ മിക്സിയിൽ എടുക്കണം. അപ്പോൾ അതിന് കറണ്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിന്ന്. ഇനി അഥവാ കറണ്ട് വന്നില്ലെങ്കിൽ പച്ചമോര് താളിച്ച് കൊടുക്കാം എന്ന് ഞാൻ വിചാരിച്ചേട്ടാ. മിക്സിയിൽ പറ്റൂലല്ലോ അരക്കാൻ, മിക്സി തന്നെ വേണം. നമുക്ക് പുറത്ത് കല്ലുണ്ട്, പക്ഷേ നമുക്ക് ആ കല്ലിൽ അരക്കാതെ എങ്ങനെ വെറുതെ കല്ലിൻ്റെ പേരിൽ അങ്ങനെ ഒരു കല്ല് അത്രയേ ഉള്ളൂ. ഒരു വീട്ടിലൊരു കല്ല് വേണം, അതൊരു ഐശ്വര്യമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ്. പിന്നെ കല്ലിൽ അരച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ വിവാഹം കഴിച്ച് ഇവിടെ ഇത് അതായത് പപ്പയുടെ വീട്ടിൽ 14 വർഷം നിന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ 14 വർഷവും ഞാനിവിടെ കല്ലിൽ അരച്ച് തന്നെയാണ് മീൻകറിയും ചാറും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ചെന്നേട് പിന്നെ ഞാൻ തന്നെ അരച്ചേക്കണം. എനിക്ക് നല്ല ഇഷ്ടമാണ് അരക്കാനായിട്ട്. അവിടെ അമ്മ മിക്സിയൊന്നും എടുക്കില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, മിക്സി എന്നൊക്കെ പറഞ്ഞ ഒരു ഡെക്കോറേറ്റുമാണ്. ഈ ഈസ്റ്ററിനും ക്രിസ്മസിനും മാത്രം സ്റ്റ്യൂ ഉണ്ടാക്കാൻ പാല് പിഴിയുന്നൊരു സംഭവമാണ് അവിടെ മിക്സി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിക്സിയൊന്നും തരൂല, നമ്മൾ കല്ലിൽ തന്നെ അരച്ച് കൊടുക്കണം. അതാണ് ടേസ്റ്റ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് 14 കൊല്ലം ഞാൻ കല്ലിൽ അരച്ച്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇനിയും കല്ലിൽ അരക്കാൻ സത്യത്തിൽ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ആ കല്ലിനെ സോഫ്റ്റാക്കി എടുത്തത്. കുറച്ച് നാൾ നമ്മൾ മണ്ണ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ അരച്ചൊക്കെ ഇങ്ങനെ സോഫ്റ്റാക്കാൻ ആ ഒരു സ്മൂത്ത് ആകണമല്ല കല്ലിൻ്റെ മീതെ. അതൊക്കെ പപ്പയും ഞാനും ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും എന്തോ ഇപ്പോൾ എൻ്റെ സ്വാതന്ത്ര്യത്തിനുള്ള ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ മിക്സി തന്നെ യൂസ് ചെയ്ത് ഞാനെല്ലാം ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ആ കല്ല് അങ്ങനെ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ കറണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് കറണ്ട് വന്നതിന് ശേഷം ചാറ് ആ ഒരു സമയത്തിന് മുമ്പ് തന്നെ കറണ്ട് വന്നു, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മിക്സിയിൽ ഇത് തേങ്ങ ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ അതിൻ്റെ ചാറിൻ്റെ കാര്യങ്ങളും ചെയ്തോട്ടാ. പിന്നെ ദേ ബീഫ് നോക്കിയപ്പോഴത്തേക്കും ഒന്നുകൂടി വേകാനുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വീണ്ടും ഞാൻ കുക്കർ അടച്ച് വെച്ച് 1-2 വിസിലടിപ്പിച്ച്. ഇത് ഈ ഒരു കുക്കറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് വെന്തലിഞ്ഞ് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം നിർത്തി, വെന്തലിഞ്ഞ് പോകരുതല്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വേവ് ഇത്തിരി കുറവായിരുന്നു, വീണ്ടും വെച്ചിട്ട്. അപ്പോൾ ഇത്തിരി പഞ്ചസാര ബീഫിൻ്റെ ഈ വിന്താലുവിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പോരാത്ത ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ നമ്മൾ ഇന്നർ ലിഡ് കുക്കറിൻ്റെ കാര്യമല്ലേ എപ്പോഴും പറഞ്ഞു. ഇന്നർ ലിഡാണ് ഏറ്റവും നല്ല പ്രഷർ നിൽക്കുന്നത്, നല്ല വെന്ത് കിട്ടുന്നതൊക്കെ ഇന്നർ ലിഡ് കുക്കർ. പക്ഷേ ഈ ഒരു കുക്കർ ഔട്ടർ ലിഡ് തന്നെയാണ് എങ്കിൽ തന്നെയും അത് പെട്ടെന്ന് വെന്തലിഞ്ഞ് പോണ ഒരു കുക്കറാണ്. അതും ഇൻഡസ് വാലിയുടെ തന്നെയാണ്. എനിക്ക് സത്യത്തിൽ ഏറ്റവും ഇഷ്ടം ചാക്സിൻ്റെ പ്രഷർ കുക്കറുകൾ തന്നെയാണ്. ഞാൻ പൈസ കൊടുത്ത് മേടിച്ച 2 പ്രഷർ കുക്കറുണ്ട് ചാക്സിൻ്റെ, സ്റ്റീലിൻ്റെ, ചെറുത് 3 ലിറ്ററിൻ്റെ പിന്നെ 5 ലിറ്ററിൻ്റെ. ആ 2 കുക്കറാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയാം. പിന്നെ ഇപ്പം കാണിച്ച ഈ കുക്കർ അതും എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഇൻഡസ് വാലിയുടെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. സാമ്പാറൊക്കെ വെക്കണമെങ്കിൽ ഒരൊറ്റ വിസിൽ അപ്പം തന്നെ നമുക്ക് ഓഫ് ചെയ്തിടാം, അത്രയും പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ കുക്കറുകളൊക്കെ ഒരുപാട് തരത്തിൽ നമ്മൾക്ക് കാണുമ്പോഴും അതുപോലെ അത് ഉപയോഗിക്കുമ്പോഴും ഒക്കെ പല രീതിയിലാണ് വേവ് വരുന്നത് എന്നുള്ളതൊക്കെ എനിക്കിപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും കുക്കറിലെല്ലാം ഒരുപോലെയാണ്, അങ്ങനെയൊക്കെയാണ് പണ്ട് വിചാരിച്ചിരുന്നത്. ഇപ്പം നമുക്ക് കുറേ കുക്കറുകൾ നമ്മുടെ കയ്യിൽ വന്നപ്പോഴാണ് കേട്ടോ ഉപയോഗിച്ച് ഓരോന്നിൻ്റെ വ്യത്യാസങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ ഇൻഡസ് വാലിയുടെ ഇന്നർ ലിഡ് കുക്കർ എൻ്റെ കയ്യിലുണ്ട്, ഒരു കലത്തിൻ്റെ ഷേപ്പുള്ളത്. പക്ഷേ അതും നമ്മളുടെ ചാക്സൻ്റെ ഇന്നർ ലിഡ് കുക്കറിൻ്റെ അത്രയും ഒരു പെർഫോമൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നാറില്ല കേട്ടോ. അങ്ങനെയാണ്. ഇപ്പോൾ ഇല്ലേ കഴിഞ്ഞ ഒരു ദിവസമില്ലേ എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഇൻഡസ് വാലിയുടെ എന്തോ പാത്രങ്ങളുടെ ഹാൻഡിലൊക്കെ കുക്കറിൻ്റെ തോന്നുന്നുണ്ട് ഹാൻഡിൽ ഒടിഞ്ഞു പോയി എന്നൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ ഏറ്റവും നല്ല ബ്രാൻഡ് ഏറ്റവും വില കൂടിയത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് കൊണ്ടുവന്ന് ഉടനെ തന്നെ കേടാണ്. പിന്നെ അത് വർഷങ്ങളോളം എപ്പോഴും കേട് തന്നെ. അതെങ്ങനെയോ നമ്മുടെ കയ്യിൽ അത് ഏറ്റവും അവരുടെ ഡാമേജ് സാധനം അങ്ങനെ എന്തോ കിട്ടിപ്പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇൻഡസ് വാലി പ്രൊഡക്റ്റുകളെല്ലാം സ്ട്രോങ് ആണ് കേട്ടോ, ഡ്യൂറബിൾ ഐറ്റംസ് എല്ലാം. അതെ, അതിലൊരു മാറ്റവുമില്ല. പക്ഷേ ചിലവർക്ക് ഇങ്ങനെ ചില അബദ്ധങ്ങൾ പറ്റുമ്പോൾ മൊത്തത്തിൽ ആ ബ്രാൻഡ് കൊള്ളൂല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ എന്തോ 1-2 പേരിങ്ങനെ കംപ്ലയിൻറ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഏതൊരു കമ്പനി സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും സംഭവം നമുക്ക് വിധി ഇല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഡാമേജ് ഉള്ളൊരു സാധനം നമ്മളുടെ കൈ കിട്ടും. ഞങ്ങൾക്ക് ഓവൻ മേടിച്ചപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോഴത്തെ ഓവനല്ല, നമ്മൾ മാറ്റിയ ഓവൻ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചതേ കേടായിരുന്നു. നമുക്ക് അറിയാൻ പാടില്ല, ഓവൻ യൂസ് ചെയ്യാതിരുന്നതുകൊണ്ട് തന്നെ ഇതുവരെ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അറിയില്ല അത് എന്താ സംഭവിച്ചേക്കുന്നത്. അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് കേടായിരുന്നു, കൊണ്ടുവന്നതേ ഫ്രഷ് ആയിട്ട് തന്നെ കേടായിട്ടാണ് കിട്ടിയത്. അതൊക്കെ നല്ല ബ്രാൻഡിൻ്റെ തന്നെയാണ്, എല്ലാം സാംസങ് ആണ്. പക്ഷേ സംഭവമൊക്കെ നമുക്ക് ചില സാധനങ്ങൾ അപ്പോൾ അത് നേരത്തെ അത് മേടിച്ച ആളുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് വർഷങ്ങളായിട്ട്. പക്ഷേ നമുക്ക് കിട്ടിയത് ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെ നമുക്ക് 2 പണി കിട്ടിയിട്ടുണ്ട്. വാഷിംഗ് മെഷീനും സാംസങ് രണ്ടും മാറ്റി. ഇപ്പോൾ പുതിയതാണ്. ഇപ്പോൾ നമ്മൾ ബോഷിൻ്റെ ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് 2 അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആ പുള്ളിക്കാരന് വേണ്ടിയുള്ള ചോറും കറികളൊക്കെ വിളമ്പി വെച്ച് ഞാൻ മോളെ കൊണ്ട് കൊടുത്ത്. അപ്പോൾ പുള്ളി പറഞ്ഞ് താഴെ വന്ന് കഴിക്കാതെ. അങ്ങനെ പിന്നെ ഞാൻ താഴെ കൊണ്ടുവന്ന് വെച്ച് താഴെ വന്നൊക്കെ കഴിച്ചിട്ട് വേണ്ടെന്ന് പുള്ളി ഒരുപാട് പ്രാവശ്യം പറഞ്ഞെങ്കിൽ ഞങ്ങൾ നിർബന്ധപൂർവ്വം കൊടുത്ത്. കാരണം ആരുമില്ലാത്ത ഒരാളാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ ബീഫ് ഒന്ന് റൂബിക്ക് കൊടുക്കാൻ 2 കൂടിയല്ലേ വേവിച്ചു. അപ്പോൾ അതിനകത്ത് നിന്ന് നല്ല നല്ല പീസ് മാത്രം നെയ്യില്ലാത്ത എടുത്തിട്ട് മിക്സിയിലൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്, അത് നേരത്തെ തന്നെ. പിന്നെ ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു വേവിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഉരുളക്കിഴങ്ങ് പാൽ കറി വെച്ചില്ലേ, അതിൻ്റെ 2 ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. അതിൽ ഒരു 1.5 ഉരുളക്കിഴങ്ങ് മിക്സിയിലടിച്ച് തരട്ടെ. മിക്സിയിലേക്ക് ഞാൻ പൊടിച്ച് വെറുതെ ആ ജാറിലോട്ട് ഇട്ടെന്നല്ലേ, മിക്സിയിലൊന്നും ഉരുളക്കിഴങ്ങ് അടിക്കരുത്. അപ്പോൾ അത് ഇതിനെ കൂടി ചേർത്ത് എപ്പോഴും സാധാരണ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഞാൻ ചതച്ചാണ് നമ്മുടെ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തത് കേട്ടോ. എന്നിട്ട് പിന്നെ സവാളയും എല്ലാം ചോപ്പ് ചെയ്ത് നേരത്തെ കുറച്ചുണ്ടായിരുന്നു, അതും എല്ലാം കൂടി ചേർത്ത് അങ്ങോട്ട് വഴറ്റി മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വേറെ കൂടുതൽ പൊടികളൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടി ഇത്തവണ ഇട്ടിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ ഇടാതെ ഇരുന്നാലും കുഴപ്പമില്ല. ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രം മതി. നല്ല ടേസ്റ്റാണ്. പച്ചമുളകിൻ്റെ എരിവും വെളുത്തുള്ളിൻ്റെ ടേസ്റ്റും ആകുമ്പോൾ ഈ കട്ട്ലറ്റ് നല്ല നാടനായിട്ടുള്ളൊരു കട്ട്ലറ്റ് ആവും. അല്ലാതെ ഇതിനകത്തേക്ക് സോസൊക്കെ ഇട്ട് ഒരു ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു കട്ട്ലറ്റ് പോലെ ആക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. സോസൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കട്ട്ലറ്റിന് വരെ. എനിക്കെപ്പോഴും പണ്ടത്തെ ഓർമ്മകൾ, പണ്ട് കഴിച്ച കട്ട്ലറ്റിൻ്റെ ആ ടേസ്റ്റ്, അതൊക്കെയാണ് എനിക്കിഷ്ടം. പിന്നെ പണ്ടത്തെ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ മുട്ടയിൽ തന്നെ മുക്കി പൊരിക്കണം കേട്ടോ. മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് ഇടരുത്. പണ്ടത്തെ കട്ട്ലറ്റിന് ബ്രെഡ് ക്രംസ് ഒന്നുമില്ല, ചുമ്മാ മുട്ടയിൽ മുക്കിയിട്ട് പൊരിക്കും. ആ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റാണ് എനിക്ക് കൂടുതലിഷ്ടം. പക്ഷേ ഇപ്പോൾ ഒരാൾക്കൊക്കെ കൊടുക്കണ്ടേ, പിന്നെ റയനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൊരിഞ്ഞിരിക്കുന്ന കട്ട്ലറ്റ് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ബ്രെഡ് ക്രംസും എൻ്റെ കയ്യിലുണ്ട്, എല്ലാം ഉള്ളത് കൊണ്ട് ഇത് ഇങ്ങനെ ബ്രെഡ് ക്രംസിലാക്കി എടുത്ത്. പിന്നെ മൈദയിലാണ് ഞാൻ മുക്കുന്നത്. മൈദയിൽ മുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് വരുന്നത്. നമുക്ക് മുട്ടയിൽ
മുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ല, നമ്മൾ മൈദയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും കട്ട്ലറ്റിലോട്ട് ആദ്യം തന്നെ നമ്മൾ മറിച്ചിടാനാ തട്ടാനാ ഒന്നും നിൽക്കരുത്. ഇപ്പോൾ എൻ്റെ കട്ട്ലറ്റ് കുറച്ചൊരെണ്ണം കൂടെ മേളിലേക്ക് കയറി നിൽക്കണതുകൊണ്ട് ഞാൻ പത്തി ഒന്ന് അതിൻ്റെ താഴേക്ക് ഒന്ന് കാണിച്ച്, അത് മതി കട്ട്ലറ്റ് പൊട്ടാനായിട്ട്. അത് സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ കട്ട്ലറ്റ് കറക്റ്റായിട്ട് ഇട്ട് അതിൻ്റെ ഒരു വശം നല്ല രീതിയിൽ മൊരിച്ചിട്ട് മാത്രം മറിച്ചിടാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ കട്ട്ലറ്റിൽ ഒരു ക്രാക്ക് വീണാൽ മതി. പിന്നെ അത് മൊത്തത്തിൽ പൊട്ടി വിടർന്ന് ആകെ എണ്ണയിൽ കുതിർന്ന് നാശമാകും. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കട്ട്ലറ്റ് പൊട്ടാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ചിലവർ പറയും ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കഷ്ണം പോലെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകും. അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ നല്ല പീസസ് ആയിട്ടാണ് ഉരുളക്കിഴങ്ങ് അതിനകത്ത് കിടക്കുന്നത്. എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇതാണ് പ്രശ്നം, നമ്മൾ കട്ട്ലറ്റിൻ്റെ ഒരു വശം മൊരിച്ചിട്ട് മാത്രം മറിച്ചെടുക്കുക, അത് പൊട്ടാതെ കിട്ടും. അങ്ങനെ വൈകുന്നേരത്തെ ചായയുടെ ഒപ്പം കാലത്തെ പഴംപൊരിയും കൊടുത്ത് കട്ട്ലറ്റും കൊടുത്ത്. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ള ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് വീണ്ടും കാണാം. താങ്ക്